ഇപ്പൊ ഹെയിൻ അവനെ കിസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവൻ ആ സമയത്തൊക്കെ ആളുടെ മൊബൈലിലെ നോട്ട് ഇട്ടോണ്ടിരിക്കുന്നത്. അങ്ങനെ അത് കറക്റ്റ് 1% ആയതോടെ അത് സ്വിച്ച് ഓഫ് ആകുന്ന ഇവനെ കിസ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അവസാനം സ്വിച്ച് ഓഫ് ആയതിനു ശേഷം ഇവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. പക്ഷെ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്യുന്നവർ ഇവനെ സീന. അതുകൊണ്ട് ഇവൻ അവളെ ഫോളോ ചെയ്ത് റൂമിലേക്ക് പോകുമ്പോഴാണ് ഇത് കണ്ട് അവളും നിന്റെ റൂം അവിടാന്ന് പറഞ്ഞ് അവനെ പറഞ്ഞിടാൻ നോക്കും. അപ്പൊ ഇത് കേട്ട് അവനും തിരിച്ചൊന്നും പറയാതെ എങ്കിൽ പിന്നെ റൂമിൽ പോയി ഫ്രഷ് ആയിക്കോന്ന് അവളെ പറഞ്ഞയക്കുമ്പോഴാണ് ഇവളാണ് അകത്ത് വന്നിട്ട് നാണിച്ചോണ്ടിരിക്കും. ജസ്റ്റ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇവൻ അകത്ത് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നേരിട്ടങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. അങ്ങനെ ഇവള് തന്നെ കുറെ ആലോചിച്ച് നോക്കിയിട്ട് ഫ്രഷ് ആകാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവൻ ആ സമയം കൊണ്ട് നൈസിന് ഇവളറിയാതെ റൂമിലേക്ക് കയറും. അങ്ങനെ അവൾ കുളിക്കുന്ന സമയം നോക്കി അവന് ചാർജ് കുത്തിയിട്ട് ആ മൊബൈൽ ഓൺ ചെയ്യാൻ നോക്കുമ്പോഴാണ് അതിനകത്ത് പാസ്വേഡ് ഇട്ട് വെച്ചേക്കും. പക്ഷെ ഇവനാണ് അതിന്റെ പാസ്വേഡ് അറിയത്തില്ല. അങ്ങനെ വെഡിങ് ആനിവേഴ്സറിയും ഇവരുടെ ബർത്ത്ഡേ ഒക്കെ അടിച്ചു നോക്കി അവൻ കുറെ ട്രൈ ചെയ്യും. പക്ഷെ അവസാനം വരെ ആ ഫോൺ അൺലോക്ക് ആകത്തില്ല. ഇതോടെ അവനും അത് ടെൻഷൻ ആയിരിക്കുമ്പോഴാണ് അവള് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിരുന്ന പോലെ ഇവന് ശബ്ദം കേൾക്കും. ഇതേ സമയം കുറെ പ്രാവശ്യം നമ്പർ ട്രൈ ചെയ്തുകൊണ്ട് ആ ഫോൺ 30 സെക്കൻഡ് ലോക്കായി കിടക്കും. അങ്ങനെ ഇവൻ എന്തെന്നറിയാൻ ടെൻഷൻ ആയിട്ടിരിക്കുമ്പോഴാണ് അവൾ ഇറങ്ങി വരുന്നതിന് തൊട്ട് മുമ്പ് ഇവൻ 10:35 എന്ന് പറഞ്ഞ് ഒരു പാസ്വേഡ് അടിക്കും. അങ്ങനെ അതോടെ ഫോൺ ഓപ്പൺ ആകുമ്പോഴാണ് പെട്ടെന്ന് ഇവൾ കാണുന്ന മുമ്പേ അവനെ മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് ഇവനെ കണ്ട് അവള് ഷോക്കായിട്ട് ഇവനിപ്പോ എന്തിനാ ഇവിടേക്ക് വന്നേന്ന് അവള് ചോദ്യം ചെയ്യും. അതോടെ ഇൻവും എങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടണമെന്നറിയാതെ അവന് ഉറക്കം വന്നില്ലെന്ന് പറയും. അപ്പോഴാണ് വീണ്ടും അവൾ തെറ്റിയിരിക്കുന്നത് ഇവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ആ മനഃപൂർവ്വം നാടകം കളിക്കുവന്ന്. അങ്ങനെ അവളും ഉറക്കം വന്നില്ലെങ്കിൽ എങ്കിൽ പിന്നെ ഇവിടെ സംസാരിച്ചിരിക്കാന്ന് പറഞ്ഞ് അവനെ വിളിക്കുമ്പം അവനാണ് മതി ടെൻഷനായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയാൽ മതി. കാരണം അവൻ വന്ന പണി കഴിഞ്ഞ് ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് അവൻ അവളെ റെസ്റ്റ് എടുക്കാൻ പറയുമ്പോഴാണ് അവള് റെസ്റ്റ് ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ സംസാരിക്കാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവനും സംസാരിക്കാൻ നമുക്ക് കുറെ സമയമുണ്ടെന്ന് പറഞ്ഞ് ഇവളാദ്യം റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഇവൻ പോയതിനു ശേഷം അവൾ വീണ്ടും ഇല്ലാത്ത ആലോചിച്ചുകൊണ്ടിരിക്കും നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയ പയ്യൻ സംസാരിക്കാതെ ഇവിടെ നിന്ന് പോയെന്ന്. അതേസമയം ഇൻവും തിരിച്ച് അവന്റെ റൂമിലേക്ക് വരുമ്പോഴാണ് അവളുടെ ഫോണിൽ ഇട്ട് വെച്ചേക്കുന്ന പാസ്വേഡ് ആലോചിച്ച് ഇവൻ കുറച്ച് ഇമോഷണൽ ആവും. കാരണം ആ 10:31 വേറൊന്നുമല്ല ഇവര് കല്യാണം കഴിച്ചതിന് ശേഷം അവള് പ്രഗ്നന്റ് ആയി കാണും. അങ്ങനെ ആ കൊച്ചു ജനിക്കുന്നത് ഡോക്ടറും കറക്റ്റ് 10ാം മാസം 31ാം തീയതി എന്നാ പറഞ്ഞത്. അങ്ങനെ ആ ഡേറ്റ് ആണ് അവളുടെ ഫോണിൽ പാസ്വേഡ് ആക്കി വെച്ചേക്കുന്നത്. അങ്ങനെ കൊച്ചു ജനിക്കുന്ന മുമ്പേ ഇവര് കുറെ സ്നേഹത്തോടെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്താണ്. പക്ഷെ അവസാനം ആ കൊച്ചും ജനിച്ചു കാണത്തില്ല. അതുകൊണ്ട് അതൊക്കെ ആലോചിച്ചേക്ക് അവനും കുറച്ച് ഇമോഷണൽ ആവും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം ഇവിടെ ചേച്ചിയും ചേട്ടനും കൂടെ ഹെയിനെ കാണാൻ പോയ കാര്യം അറിഞ്ഞ് അമ്മ ഇവിടെ ദേഷ്യപ്പെടും. എന്തിനാ വെറുതെ അവരുടെ കാര്യത്തിൽ ഇവർ ചെന്ന് ഇടപെടുന്നേന്ന്. അപ്പോഴാണ് ചേച്ചിയും അവരതൊന്നും മൈൻഡ് ചെയ്യാതെ ഇപ്പൊ ഹെയിന്റെ കൂടെ ഓൺലൈനിൽ ഫ്രണ്ട്സ് ആയെന്ന് പറഞ്ഞ് അവരച്ഛന്റെ അടുത്തൊക്കെ ഷോ കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇനി അവർ തമ്മിൽ ഡിവോഴ്സ് ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് ഇൻവു പറഞ്ഞ കാര്യമൊക്കെ ഇവര് പറയുമ്പോഴാണ് ഇത് കേട്ട് അമ്മ ഇവരോട് ദേഷ്യപ്പെടും. അവര് ഡിവോഴ്സ് ചെയ്യുന്നില്ലെങ്കിലും തന്റെ മോൻ അവൾ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ്. കാരണം കല്യാണത്തിന് പോലും ഇവരായിട്ടൊക്കെ അവളുടെ പാരന്റ്സ് സംസാരിച്ച് കാണത്തില്ല. അതുകൊണ്ട് അതൊക്കെ ആലോചിച്ച് നോക്കി ഇവനും കുറച്ച് സങ്കടത്തിരിക്കും. ഇതേസമയം ഇവിടെ ഹെയിൻ എഴുന്നേറ്റ് ഇന്നലത്തെ ക്ഷീണം മാറാൻ വേണ്ടി ഓറഞ്ച് ജ്യൂസ് കുടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവൻ ഓർമ്മ വരുന്നത് ഇന്നലെ ഇൻസും കൊണ്ടാക്കുമ്പോൾ പറഞ്ഞാണ് രാവിലെ എഴുന്നേറ്റ് ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ. അങ്ങനെ അവൻ പറഞ്ഞ പോലെ ഇവള് കുടിക്കുന്നിട്ട് അവൻ വേണം ഇതിന് പകരം ചായ ഉണ്ടാക്കി തരാന്ന് പറയും. പക്ഷെ അവളൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ആ ഓറഞ്ച് ജ്യൂസ് കുടിക്കുമ്പോഴാണ് ഇവൻ അത് കണ്ടിട്ട് അസൂയ വരും. അതിനുശേഷം അവളിങ്ങനെ പതി അടുത്തേക്ക് വന്ന് ഇവന്റെ ഡ്രസ്സിനകത്ത് പൊടിയെ കൊണ്ടെന്ന് പറഞ്ഞ് തട്ടിക്കളയുമ്പം ഇവനാണ് കിസ് ചെയ്യാൻ വരുമെന്ന് വിചാരിച്ചാണ്. അതിനുശേഷം അവളും ഇപ്പോഴും കൊച്ചു പയ്യനെ പോലെ കെയർലെസ് ആന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുമ്പോഴാണ് ഇവനാണ് അപ്പൊ തന്നെ വാഷ്റൂമിലേക്ക് ചെന്നിട്ട് ഇവൻ എന്തോ പറ്റിയെന്ന് പറഞ്ഞ് കണ്ണാടി നോക്കി സംസാരിച്ചോണ്ടിരിക്കും. കാരണം അവൾ അടുത്തേക്ക് വന്നപ്പം ഇവൻ അറിയാതെ തന്നെ ഹാർട്ട് ബീറ്റ് ഒക്കെ ഇങ്ങനെ സ്പീഡായി കാണും. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കി അവനും സത്യത്തിൽ അവളെ കണ്ടിട്ടില്ല അവളെ കണ്ട് പേടിച്ചിട്ടായിരിക്കും ഹാർട്ട് ബീറ്റ് കൂടിയെന്ന് അവനോട് തന്നെ സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവളും കമ്പനി പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് ഇവൾ ഇന്ന് ആ ഡാവിഡിനെ മീറ്റ് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞ് അയാളുടെ ബ്രാൻഡിന്റെ കോസ്റ്റ്യൂം ആയിരിക്കും ഇട്ടോണ്ട് വരുന്നത്. അങ്ങനെ ഇത് കണ്ടതോടെ ഇവൻ ഇവിടെ മൊത്തത്തിൽ ഇംപ്രസ് ആയി. അപ്പോഴാണ് അവൾ അടുത്തേക്ക് വന്നിട്ട് ഈ ഡ്രസ്സിൽ കാണാൻ അവളെ കൊള്ളാവൻ ചോദിക്കുമ്പോഴാണ് ഇവനാണ് അങ്ങ് സ്വപ്ന ലോകത്തിലായി. ഇവൻ എന്തോ പറയുന്ന പോലെ അറിയാൻ വയ്യ. അങ്ങനെ അവൾ കുറെ സമയമായിട്ട് എന്തോ ഒരു അനക്കില്ലാത്തെന്ന് പറഞ്ഞ് അവനോട് വീണ്ടും ചോദിക്കും. അപ്പോഴാണ് അവന് ബോധം വന്നിട്ട് ഇവളെ കാണാൻ കൊള്ളാന്ന് പറയും. അങ്ങനെ അതിനുശേഷം അവനും പുറത്തേക്ക് ചെന്നിട്ട് എന്നാലും ഇത്ര സുന്ദരിയായിട്ട് എന്തിനാ ഇപ്പം മാത്രം ഫീൽ ചെയ്യുന്നതെന്ന് അവനോട് തന്നെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവളും പുറത്തേക്ക് വന്നിട്ട് ഇവൻ ഈ കോസ്റ്റ്യൂമെ കാണാൻ ലുക്കാന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോഴാണ് ഈ ഡയലോഗ് കേട്ടതോടെ അവ മൊത്തത്തിൽ ഹാപ്പി ആകും. അങ്ങനെ കമ്പനി വെച്ച് ഇവനും പാട്ടും പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് അവന്റെ സ്റ്റാഫും ഇന്നത്രയ്ക്ക് സന്തോഷത്തിലാണെന്ന് അറിഞ്ഞ് അവൻ ചോദ്യം ചെയ്യും. അപ്പോഴാണ് ഇൻവും ഞാൻ എന്നത്തെ പോലും കൂളായിട്ടിരിക്കുവെന്ന് അവനും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുമ്പോഴാണ് ഇവന്റെ സന്തോഷം ആ ഫേസിൽ കാണാൻ പറ്റുന്നെന്ന് ആ സ്റ്റാഫ് പറഞ്ഞിട്ട് അങ്ങ് പോകും. അതിനുശേഷം അവൻ ഇത് കേട്ടിട്ട് വീണ്ടും അവനോട് തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. എന്തുവാടാ അവളെ നിന്നെ കാണാൻ ലുക്കാന്ന് പറഞ്ഞോണ്ട് നീ ഇത്ര സന്തോഷത്തിലിരിക്കാവ് അല്ലേലും നിനക്കറിയാലോ നീ ലുക്കാണെന്ന്. എന്നിട്ട് അവനും പുറത്തേക്ക് വന്ന് അവളെ നോക്കുമ്പോഴാണ് അവളാണ് മീറ്റിംഗ് എല്ലാരോടും ദേഷ്യപ്പെട്ട് സംസാരിച്ചോണ്ടിരിക്കും. ഇത് കണ്ടിട്ട് അവനും ഇത്രയും ദേഷ്യപ്പെടുന്ന വ്യക്തിയോട് എങ്ങനെയാടാ ജീവിക്കാൻ പറ്റുന്നതെന്ന് ആ വീണ്ടും പഴയതുപോലെ സംസാരിക്കുമ്പോഴാണ് അവൾ അടുത്ത സെക്കൻഡ് തന്നെ ആ മീറ്റിംഗ് എല്ലാരോടും ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കും. ഇത് കണ്ടതോടെ അവന്റെ ഫേസിൽ പെട്ടെന്ന് സ്മൈൽ വന്നിട്ട് ഇപ്പൊ അവളെ കാണാൻ ഭയങ്കര സുന്ദരിയാന്ന് അവനോട് തന്നെ പറയും. അപ്പോഴാണ് വീണ്ടും അവന് ബോധം വരുന്നത് ഞാനിപ്പോ എന്തിനാ വെറുതെ
അവളെ വായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവൻ ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം അവന്റെ കൂട്ടുകാരനോട് പറയുമ്പോഴാണ് ഇത് കേട്ട് കൂട്ടുകാരനെ കൺഫേം ചെയ്യും. സിനിമയിലെ ലവേഴ്സിനെ പോലെ ആക്ട് ചെയ്യുന്നവരൊക്കെ പ്രണയത്തിൽ വീഴുന്ന പോലെ ഇവൻ സ്നേഹിക്കുന്ന പോലെ ആക്ട് ചെയ്തോണ്ട് ഇപ്പൊ അവസാനം സ്നേഹത്തിൽ വീണെന്ന്. പക്ഷെ ഇത് കേട്ട് ഇൻവു ആണ് അവസാനമേ സമ്മതിച്ചു കൊടുക്കത്തില്ല. അവൻ ഇപ്പോഴും ആ ഡിവോഴ്സ് തന്നെ ഉറച്ചിക്കുവാന്ന്. അപ്പോഴാണ് കൂട്ടുകാരനും ഇവൻ പറഞ്ഞത് വെച്ച് ഇതിനു മുമ്പ് നടന്ന കാര്യം അവനോട് ചോദിക്കും. സ്നേഹമില്ലെങ്കിൽ എന്തിനാ അവൾക്ക് വേണ്ടി പുതിയ ഷൂ ഒക്കെ വാങ്ങിച്ചു കൊടുത്തേന്ന്. അപ്പോഴാണ് നമുക്ക് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. കുറച്ച് സമയം മുമ്പ് കമ്പനി വെച്ച് അവൾ അറിയാൻ സ്ലിപ്പായി കാണും. ഇത് കണ്ട് അവന് സൂക്ഷിച്ച് പോയിക്കോട്ടെ എന്ന് അവിടെ ശബ്ദം ഉണ്ടാക്കുമ്പോഴാണ് അവിടെയുള്ള എല്ലാരും കൂടെ ഇവന്റെ ഒച്ചയായിട്ട് അങ്ങ് തിരിഞ്ഞു നോക്കും. ഇതേ സമയം ഹെയിനാണ് ഇതാരെ വിളിച്ചു പോയെന്ന് അറിഞ്ഞ് അവള് നോക്കുമ്പോഴാണ് ഇവിടെ അവനാണ് സൈഡ് ഇങ്ങനെ മറിഞ്ഞിരിക്കും. അപ്പോഴാണ് ആ കടയിലെ ഓണറും ഇവൻ എന്തേലും സാധനം വേണം ചോദിക്കുമ്പോൾ അവൻ അവിടുത്തെ ഷൂ കണ്ടിട്ട് അവൾക്ക് അത് ഗിഫ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്താണ്. അങ്ങനെ ഇതൊക്കെ ആലോചിച്ച് അവനും എന്തായാലും ഒരു മനസ്സാക്ഷി ഉള്ളതുകൊണ്ട് അവൾ ഹീൽസ് ഇട്ട് വീഴാതിരിക്കാൻ വേണ്ടി അവൻ ആ ഷൂ വാങ്ങിച്ചു കൊടുത്തേന്ന് പറയും. ഇതേ സമയം അവളുടെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറെ ചെരുപ്പുണ്ടായിട്ടും ഇവ സ്നേഹത്തോടെ വാങ്ങിച്ചെന്ന ഷൂ ആയിരിക്കും അവൾ അതിനെ ഇട്ടുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് അവൻ അതൊക്കെ കണ്ട് കുറെ സന്തോഷിച്ചാണ്. പക്ഷെ ആ സമയത്ത് വീണ്ടും ആ ഇൻസോങ് എന്ന് അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ സ്റ്റാഫും അവർ തമ്മിൽ ഇപ്പൊ കുറെ സംസാരിക്കുന്നുണ്ടെന്ന് ആവശ്യമില്ലാതെ ഇൻവന് ദേഷ്യപ്പെടുത്താൻ നോക്കും. പക്ഷെ അവനാണ് വലിയ കാര്യമായിട്ട് എടുക്കാതെ അതൊക്കെ ബിസിനസ് ആയിട്ട് കുറെ സംസാരിക്കുമെന്ന് ഇവനാൻ കൂളായിട്ട് പറയും. പക്ഷെ മറ്റവനും വെറുതെ വിടാതെ എന്തായാലും ബിസിനസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ മുടിയിലൊക്കെ ടച്ച് ചെയ്താണ് സംസാരിക്കുന്നതെന്ന് ഇവനോടുള്ള സ്നേഹത്തിൽ പറയുമ്പോഴാണ് ഈ കാര്യം കേട്ടിട്ട് കൂട്ടുകാരനും അപ്പൊ അത് കണ്ടിട്ട് നിനക്ക് ജലസായ മോനെന്ന് ഇൻവോനെ കളിയാക്കും. പക്ഷെ അവനാണ് അവസാനം വരെ സമ്മതിച്ചു കൊടുക്കത്തില്ല. ഒരാൾ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്കത് ജലസ് ആവത്തുള്ളൂ, അല്ലാതെ ഞാനൊക്കെ എന്തിനാണ് ജലസ് ആവുന്നതെന്ന് അവൻ ഇവന്റെ ഫ്രണ്ട് ആറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോഴാണ് കൂട്ടുകാരൻ അവന് മനസ്സിലാക്കി കൊടുക്കും. ജലസ് അല്ലെങ്കിൽ എന്തിനാടാ ബീഫിന് പകരം ക്യാബേജ് ഇട്ട് ഗ്രില്ല് ചെയ്തോണ്ടിരിക്കുന്നതെന്ന്. അതിനുശേഷം ഇവിടെ ഇൻസുങ്ങും ഹെയിനെ വിളിച്ചുകൊണ്ട് ആ ഡാവിഡിനെ കാണാൻ പോകുമ്പോഴാണ് ഇവളാണ് ഷൂ ഇട്ടേക്കുന്നുണ്ട് അയാളുടെ ബ്രാൻഡിന്റെ ഹീൽസ് എന്താ ഇടാത്തേം ചോദിക്കും. അപ്പോഴാണ് അവളും ഇട്ടേക്കുന്ന ഡ്രസ്സ് തന്നെ മതി എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഈ ഷൂ സ്നേഹത്തോടെ ഇൻവു വാങ്ങിച്ചു കൊടുത്തതെന്ന് പറയും. ഇത് കേട്ടതോടെ അവൻ അങ്ങ് ദേഷ്യത്തിലാവും. അതിനുശേഷം ഇവൻ അവളും വിളിച്ചോണ്ട് ആ ഡേവിഡിനെ കാണാൻ പോകുമ്പോഴാണ് അതിനുമുമ്പ് ഇവൻ അവളോടൊരു കാര്യം പറയും. അദ്ദേഹത്തിന് വീഴ്ത്താൻ വേണ്ടി ഒരു ടെക്നിക്ക് ഉണ്ടെന്ന്. അതായത് അയാൾക്ക് ഭാര്യ അല്ലാതെ ഒരു കീപ്പും കൂടെ ഉണ്ട്. പക്ഷെ ഈ കാര്യം ഭാര്യയ്ക്ക് അറിയത്തില്ല. ആകെ അറിയുന്ന ഒരു വ്യക്തി ഇവൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ അതും വെച്ചോണ്ട് അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്താല് അദ്ദേഹത്തിന്റെ ബ്രാഞ്ച് ഇവളുടെ കമ്പനിയിലേക്ക് വരുത്തണം പറയും. അങ്ങനെ അതുകൊണ്ട് അവളും അങ്ങേരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന പോലെ അയാളുടെ കീപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഇതേസമയം അങ്ങേർക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാതെ മൊത്തത്തിൽ ദേഷ്യത്തിലായിരിക്കും. അങ്ങനെ അതിനുശേഷം അങ്ങേര് തിരിച്ചൊന്നും പറയാത്തോണ്ട് മിക്കവാറും ഈ ഡീൽ ഉറപ്പാവെന്ന് പറഞ്ഞ് ഇവളുടെ സന്തോഷത്തിരിക്കും. അപ്പോഴാണ് യുൻസുങ്ങും അയാളുടെ കീപ്പിനെ കുറിച്ച് ആകെ അറിയുന്ന ഒരു വ്യക്തി ഇവൻ മാത്രമേ ഉള്ളൂ പറയും. എന്നിട്ട് ഇവൻ സഹായിച്ചുകൊണ്ട് അവൾ എന്തേലൊക്കെ സഹായം ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് തൽക്കാലം അത് കടവായിട്ടിരിക്കട്ടെന്ന് ഇവ രണ്ടേ സംസാരിച്ചോണ്ടിരിക്കും. അതേസമയം ഇൻവു അവന്റെ കൂട്ടാനും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു കട കണ്ടിട്ട് ഇൻവു ഇങ്ങനെ അടുത്തേക്ക് ചെല്ലും. അപ്പോഴാണ് ഇത് കണ്ട് കൂട്ടുകാരനും ഈ കപ്പലണ്ടി കേക്ക് നീ വാങ്ങിക്കുന്ന നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി അല്ലേന്ന് പറഞ്ഞ് അവനെ കളിയാക്കുമ്പോഴാണ് ജസ്റ്റ് കപ്പലണ്ടി കേക്കല്ലേ വാങ്ങിച്ചു കൊടുക്കുന്നുള്ളെന്ന് ഇവൻ അവനോട് തർക്കിച്ചോണ്ടിരിക്കും. അപ്പനാണ് ആ സമയം ഹെയിൻ അവനെ മെസ്സേജ് അയച്ചിട്ട് ഇന്ന് രാത്രി അവൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറയും. അങ്ങനെ അത് എന്തായിരിക്കും എന്ന് പറഞ്ഞ് ഇവൻ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കൂട്ടുകാരനും പറയും ഒരു ആ ഗുഡ് ന്യൂസ് വേറൊന്നുമില്ല, അവളുടെ മനസ്സ് മാറി അവളുടെ സ്വത്തല്ല ഇവന്റെ പേരിലേക്ക് എഴുതി തരാൻ പോവാന്ന്. അങ്ങനെ ഇവൻ പറഞ്ഞ് വിശ്വസിച്ച് അവ സന്തോഷത്തിൽ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവളാണ് ഒരു ഫയൽ എടുത്തിട്ട് അത് ഇവൻ ഓപ്പൺ ചെയ്യാൻ പറയും. അങ്ങനെ ഇൻവു മൊത്തം സന്തോഷത്തിൽ ഇനി തൊട്ട് കോടീശ്വരനാന്ന് പറഞ്ഞ് അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴാണ് അവിടാണ് ഇവളുടെ ക്യാൻസറിനെ കുറിച്ചുള്ള റിപ്പോർട്ടായിരിക്കും ഉള്ളത്. അപ്പോഴാണ് ഹെയിനും ഇവളുടെ അസുഖം മാറ്റിത്തരാൻ വേണ്ടി യൂറോപ്പിൽ ഒരു ക്യാൻസർ സെന്റർ ഉണ്ടെന്ന് പറയും. അങ്ങനെ അവര് പറയുന്ന 55% ഇവൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന. അങ്ങനെ ഈ കാര്യം അറിഞ്ഞ് ഇവൻ ഇപ്പൊ ഹാപ്പി അല്ലെന്ന് ചോദിക്കുമ്പോൾ ഇവന്റെ കിളി മൊത്തത്തിൽ അങ്ങ് പോകും. സത്യം പറഞ്ഞ് ഇതവന് ഹാപ്പി ന്യൂസ് അല്ല, ഒരു ബാഡ് ന്യൂസാ. അങ്ങനെ അതോടെ അപ്പത്തന്നെ അവൻ പുറത്തേക്ക് ചെന്ന് കരഞ്ഞിട്ട് ഇനിയിപ്പോ അവളുടെ അസുഖം മാറുവാണ് പഴയതുപോലെ ഇവളുടെ വീട്ടിൽ ഒരു അടിമയായിട്ട് ജീവിക്കേണ്ടി വരുമെന്ന് അവൻ അതാലോചിച്ച് മൊത്തത്തിൽ പേടിച്ചു പോകും. അതുകൊണ്ട് വീണ്ടും ഡിവോഴ്സ് ചെയ്യുന്നതായിരിക്കും നല്ല കാര്യം എന്ന് പറഞ്ഞ് അവൻ ആലോചിക്കുമ്പോഴാണ് ഒരേശം അവളുടെ ഡിവോഴ്സ് പേപ്പർ ചെന്ന് കൊടുത്ത അവൾ ദേഷ്യത്തിൽ ഷൂട്ട് ചെയ്ത് ഇവനെ കൊല്ലുന്ന പോലെയൊക്കെ ഇവന് സ്വപ്നം വരും. അതോടെ അവനും മൊത്തം ടെൻഷനായിട്ട് തൽക്കാലം അസുഖം മാറുന്നവരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവൻ ഇവിടെ പേടിച്ചു പോയിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ചെയർമാനും ഗേൾഫ്രണ്ടും കൂടെ ടെന്നീസ് കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് പെട്ടെന്ന് ആന്റി ഓടിയെത്തും. അയാളുടെ ഗേൾഫ്രണ്ട് അവിടെ നിന്ന് രക്ഷോട്ട് പോകാൻ നോക്കുമ്പോഴാണ് ആന്റിയാണ് ഇവരുടെ ഫാമിലി ഫോട്ടോയെ കണ്ടിട്ട് ചില നാണില്ലാത്തോട് വരുന്നതിന് മുമ്പേ നമ്മൾ ഹാപ്പി ആയിട്ടല്ല ജീവിച്ചെന്ന് ചെയർമാനായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. ഇതോടെ അവരും ദേഷ്യത്തിൽ അവിടെ നോക്കുമ്പോഴാണ് അച്ഛനാണ് ഇവരിപ്പോ എന്തിനാ ഇവിടേക്ക് വന്നേന്ന് വിളിച്ചിട്ട് സംസാരിക്കും. അപ്പോഴാണ് ആന്റിയും വെറുതെ സ്വന്തം അച്ഛനെ കാണാൻ വന്നോടെ എന്ന് പറഞ്ഞ് ചെയർമാനായിട്ട് കുറെ സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ അവസാനം മറ്റന്നാൾ ആന്റിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് അന്നത്തെ ദിവസം ഫുള്ളും സ്വന്തം അച്ഛന്റെ കൂടെ അടിച്ചു പൊളിക്കാൻ ആഗ്രഹമെന്ന് അവർ അപ്പൂപ്പനെ പിടിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതേസമയം ഇവിടെ ഹെയിനെ കാണാൻ വേണ്ടി ഇൻസുങ്ങും ഇവരുടെ വീട്ടിലേക്ക് വരും. അങ്ങനെ ഇവരുടെ സംസാരിക്കുമ്പം ഇൻവുനാണ് അതൊട്ടും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് അവൻ അടുത്തേക്ക് വന്നിരിക്കുമ്പോഴാണ് ഞങ്ങൾ ബിസിനസ് ആയിട്ട് സംസാരിക്കുമെന്ന് ഇൻസുങ് അവനെ പറഞ്ഞുവിടാൻ വേണ്ടി നോക്കും. പക്ഷെ ഇൻവു അവിടെ നിന്ന് പോകാതിരിക്കുന്നിട്ട് ഹെയിനും ചോദിക്കും അവരിവിടുന്ന് സംസാരിക്കുന്ന ഇവന് ഡിസ്റ്റർബ് ആയെന്ന്. ഒരേ ഇവന് ഡിസ്റ്റർബ് ആണ് ഇൻസുങ്ങിന്റെ വീട്ടിൽ ചെന്ന് സംസാരിക്കാന്ന് പറയുമ്പോഴാണ് പെട്ടെന്ന് ഇൻവും പേടിച്ചു
ആയിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവരെവിടെ ഇരുന്ന് തന്നെ സംസാരിക്കാൻ പറയും. അങ്ങനെ അതിനുശേഷം അവളും കോഫി എടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇൻവു അവനും കോഫി വേണമെന്ന് പറയും. പക്ഷെ അവളാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഇവൻ എപ്പോഴാ കോഫി കുടിച്ചതെന്ന് അവൾ ഇൻസുങ്ങിന് മാത്രം കോഫി എടുക്കാൻ പോകുമ്പോൾ ഇവനും കുറച്ച് ജലസായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അവൾക്ക് എന്നോട് നല്ല സ്നേഹമുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാതെ അവൾ എനിക്ക് കോഫി തരാത്ത. പക്ഷെ എന്തൊരു സ്നേഹം എന്നോട്. എന്നിട്ട് ഇവന്റെ ഫ്രണ്ട് ഈ ഷോ കാണിക്കുമ്പോഴാണ് ഇൻസുങ്ങും പറയും എന്തായാലും ഹെയിൻ ഇങ്ങനെയൊന്നും ഇവനോട് ബിഹേവ് ചെയ്യത്തില്ലെന്ന്. കാരണം അവൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എപ്പോഴും ഇവന്റെ അടുത്താണ് അന്വേഷിച്ച് വരുന്നത്. അങ്ങനെ കുറെ വന്നപ്പോ തൊട്ട് ഒരേ വിളിയോടെ വിളിയാന്ന് പറഞ്ഞ് ഇവനായിട്ട് വെറുപ്പിക്കുമ്പോഴാണ് അവനും ചെറുതായിട്ട് ജലസാവും. അതുകൊണ്ട് അവൻ അപ്പം തന്നെ എഴുന്നേറ്റ് ഹെയിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അന്നെന്തിനാ അവൻ മുടി ഇങ്ങനെ ടച്ച് ചെയ്തപ്പം അവനോട് ദേഷ്യപ്പെടാത്തേയും ചോദിച്ചോണ്ടിരിക്കും. ഇത് കേട്ട് അവൾക്കൊന്നും മനസ്സിലാവാതെ എപ്പം നടന്ന കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് ഇവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും അന്ന് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറി വെച്ച് അവനിങ്ങനെ മുടിയൊക്കെ ടച്ച് ചെയ്തുകൊണ്ട് ഇവൾ എന്താ റിയാക്ട് ചെയ്യാത്തതെന്ന് അവനിവിടെ ജലസി ഓരോന്നൊക്കെ സംസാരിച്ചോണ്ടിരിക്കും. ഇവൾ തിരിച്ചൊന്നും പറയാതെ ഇവൻ അസൂയപ്പെടുന്നുണ്ട് ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇൻവിനൊന്നും മനസ്സിലാവാതെ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അവളെന്തൊന്നും പറയാതെ പോയെന്ന് അവൻ പുറത്തിരുന്ന് ഇവരെ വാച്ച് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇൻസുങ്ങും ഇവൻ അവസാനം വരെ സമാധാനം തരത്തില്ലെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുത്തെ കട്ടൻ അങ്ങ് ഓണാക്കി ഇടും. ഇത് കണ്ട് അവനും പേടിച്ചിട്ട് നീ കട്ടൻ ഓണാക്കിയാലും ഞാൻ അടി കൊടുന്ന് കാണുമെന്ന് അവൻ അവസാനം വരെ അകത്ത് എന്തോ നടക്കുന്നതെന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കും. അങ്ങനെ അവളുടെ സേഫ്റ്റിക്ക് അവന് വാതിലിന്റെ അടുത്ത് തന്നെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവളും ചെറുതായിട്ട് ചുമച്ചോടെ ഇവൻ ഡോർ തുറന്നങ്ങ് അകത്തേക്ക് കയറി പോകും. എന്തോ പറ്റി, നീന് ഹണിന്ന് വിളിച്ചായിരുന്നു എന്നിന് ഇവൻ ഓവറായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് അവ രണ്ടുപേരും ഇപ്പൊ ആരെയും വിളിച്ചില്ലെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞുവിടാൻ നോക്കും. അപ്പോഴാണ് അതേസമയം ഹെയിന്റെ അനിയൻ അവിടേക്ക് വന്നിട്ട് ഇൻസുങ്ങിനോട് സംസാരിച്ച് ക്ലോസ് ആവാൻ വേണ്ടി നോക്കും. എന്തോ ബ്രോ, നമ്മളൊക്കെ ഇത്രയും ക്ലോസ് ആയിട്ടും നിങ്ങളുടെ കമ്പനി വന്നപ്പോ എന്നെ ആരും അകത്തേക്ക് കയറ്റിയില്ലല്ലേ, നിങ്ങളുടെ സെക്രട്ടറിയോടൊക്കെ പറഞ്ഞു നോക്കണം ഞാൻ ആരാന്ന്. എനിക്ക് എന്റെ ആളി ഇൻവോനെക്കാളും നിങ്ങളോട് കുറച്ചും കൂടെ ക്ലോസ് ആയതുപോലെ ഫീൽ ആവുന്നു. എന്നിന് അവൻ എങ്ങനെയൊക്കെ ഇൻസുങ്ങിനെ വളച്ചെടുക്കാൻ നോക്കുമ്പോഴാണ് അവസാനം ഇൻവോ സമാധാനത്തി എങ്കിൽ പിന്നെ അവൾക്ക് സേഫ്റ്റി ആയിട്ട് നീ ഇവിടെ ഇരുന്നെന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് അങ്ങ് പോകും. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.